നമസ്കാരം. ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൻ്റെ ഓഡിയോ ടേപ്പിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനുശ്രീ. ഞാൻ ഹരിതം ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആയി പ്രവർത്തിച്ചു വരുന്നു. ഇന്നത്തെ ഓഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു പ്രധാനമായ കാര്യം ആണ്. സോഷ്യൽ സ്കിൽസ് ഡെഫിസിറ്റ്. പല മാതാപിതാക്കളും ചോദിക്കുന്ന ഒരു സംശയമാണ്, എൻ്റെ കുഞ്ഞ് മറ്റു കുട്ടികളുമായി അധികം കളിക്കാറില്ല, പുതിയ ആളുകളോട് സംസാരിക്കാൻ പേടിക്കുന്നു, സ്കൂളിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ മടിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പിന്നിൽ ഉണ്ടാകാവുന്ന ഒരു കാരണമാണ് സോഷ്യൽ സ്കിൽസ് ഡെഫിസിറ്റ്. ആദ്യം നമുക്ക് സോഷ്യൽ സ്കിൽസ് എന്താണെന്ന് മനസ്സിലാക്കാം. സാധാരണയായി പറഞ്ഞാൽ മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകാനും ആശയവിനിമയം നടത്താനും സഹായിക്കുന്ന കഴിവുകളെയാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. കുട്ടികളിൽ ഇത് ഉൾപ്പെടുന്നത് മറ്റു കുട്ടികളുമായി കളിക്കാൻ തുടങ്ങുക, കളിപ്പാട്ടങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക, ടേൺ എടുത്ത് കളിക്കുക, പ്ലീസ്, താങ്ക് യു പോലുള്ള ശീലങ്ങൾ, ചെറിയ പ്രശ്നങ്ങൾ സംസാരിച്ച് പരിഹരിക്കുക, ഇവയെല്ലാം സോഷ്യൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. സോഷ്യൽ സ്കിൽസ് ഡെഫിസിറ്റ് എന്താണ്? സോഷ്യൽ സ്കിൽസ് ഡെഫിസിറ്റ് എന്നത് കുട്ടിക്ക് മറ്റുള്ളവരുമായി ഇടപഴകാൻ ആവശ്യമായ ചില സാമൂഹിക കഴിവുകൾ കുറവായിരിക്കുന്ന അവസ്ഥയാണ്. ഇത്
ഉണ്ടായിരിക്കുന്ന കുട്ടികൾക്ക് മറ്റ് കുട്ടികളോട് സംസാരിക്കാൻ മടി, ഗ്രൂപ്പ് പ്ലേയിൽ പങ്കെടുക്കാത്തത്, ഐ കോണ്ടാക്റ്റ് കുറവ്, മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്, ഷെയറിംഗ് അല്ലെങ്കിൽ ടേൺ ടേക്കിങ്ങിൽ പ്രശ്നം, ഇതുപോലുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കുട്ടിയുടെ സാമൂഹിക വളർച്ചയ്ക്ക് ഇത് വളരെ പ്രധാനമാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ചില ലക്ഷണങ്ങൾ: ചില കുട്ടികൾ സ്വഭാവത്തിൽ കുറച്ച് ശാന്തരായിരിക്കാം. അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന്, കുട്ടി എപ്പോഴും ഒറ്റയ്ക്ക് കളിക്കുന്നത്, മറ്റു കുട്ടികൾ സമീപിക്കുമ്പോൾ മാറി നിൽക്കുന്നത്, കോൺവെർസേഷൻ തുടങ്ങാൻ കഴിയാത്തത്, വളരെ ചെറിയ കാര്യങ്ങൾക്കും ഫ്രസ്ട്രേഷൻ വരുന്നത്, കോപ്പറേറ്റീവ് പ്ലേ ബുദ്ധിമുട്ട്. ഇവ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ സോഷ്യൽ സ്കിൽ ഡെവലപ്മെൻറ്റിൽ കുറവ് ഉണ്ടാകാം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാം? സോഷ്യൽ സ്കിൽസ് ഡെഫിസിറ്റ് പല കാരണങ്ങളാൽ ഉണ്ടാകാം. ഒന്ന്, ഇൻ്ററാക്ഷൻ കുറവ്. കുട്ടികൾക്ക് മറ്റു കുട്ടികളുമായി കളിക്കാനും സംസാരിക്കാനും അവസരം കുറവാണെങ്കിൽ അവരുടെ സോഷ്യൽ ലേണിംഗ് കുറയാം. 2, സ്ക്രീൻ ടൈം കൂടുതലാകുന്നത്. ഇന്ന് പല കുട്ടികളും മൊബൈൽ, ടാബ്, TV ഇവയോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ഇത് ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷൻ കുറയ്ക്കുകയും സോഷ്യൽ ഡെവലപ്മെൻറ്റിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യാം. 3, സെൽഫ്
കോൺഫിഡൻസ് കുറവ്. ചില കുട്ടികൾക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എന്നെ മറ്റുള്ളവർ സ്വീകരിക്കില്ല എന്നൊരു ഭയം ഉണ്ടാകാം. 4. ഡെവലപ്മെൻ്റൽ ഫാക്ടേഴ്സ്. ചില ഡെവലപ്മെൻ്റൽ കണ്ടീഷൻസ് ഉള്ള കുട്ടികളിലും സോഷ്യൽ സ്കിൽസ് വളർച്ചയ്ക്ക് കൂടുതൽ പിന്തുണ ആവശ്യമായേക്കാം. മാതാപിതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. പ്രധാനപ്പെട്ട ചോദ്യം: ഇത് എങ്ങനെ മെച്ചപ്പെടുത്താം? നല്ല വാർത്ത എന്തെന്നാൽ സോഷ്യൽ സ്കിൽസ് പഠിപ്പിക്കാവുന്ന കഴിവുകളാണ്. 1. പ്ലേ ഓപ്പർച്യൂണിറ്റീസ് നൽകുക. കുട്ടികളെ പാർക്കിലേക്ക് കൊണ്ടുപോകുക. പ്ലേ ഗ്രൂപ്പ്സിൽ പങ്കെടുക്കാൻ അവസരം നൽകുക. കൂട്ടുകാരുമായി കളിക്കാൻ എൻകറേജ് ചെയ്യുക. പ്ലേ ആണ് കുട്ടികളുടെ ഏറ്റവും വലിയ ലേണിംഗ് സ്പേസ്. 2. റോൾ മോഡലിംഗ്. കുട്ടികൾ നമ്മളെ നോക്കി പഠിക്കുന്നവരാണ്. നമ്മൾ മറ്റുള്ളവരോട് സൗമ്യമായി സംസാരിക്കുമ്പോൾ, റെസ്പെക്റ്റ് കാണിക്കുമ്പോൾ, ഷെയറിംഗ് ചെയ്യുമ്പോൾ കുട്ടികളും അതുപോലെ പഠിക്കും. 3. സിമ്പിൾ സോഷ്യൽ സ്കിൽസ് പഠിപ്പിക്കുക. കുട്ടികളെ പഠിപ്പിക്കാം. ഹലോ പറയുക, പ്ലീസ് പറയുക, താങ്ക് യു പറയുക, കളിപ്പാട്ടങ്ങൾ ഷെയർ ചെയ്യുക. ഇത് ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ മാറ്റം ഉണ്ടാക്കും. 4. പ്രൈസ് ചെയ്യുക. കുട്ടി നല്ല രീതിയിൽ ഇൻറ്ററാക്റ്റ് ചെയ്താൽ അവരെ അഭിനന്ദിക്കുക. ഉദാഹരണം: നീ ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷം. നീ കൂട്ടുകാരനോടൊപ്പം കളിച്ചത് വളരെ നല്ലതാണ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കുട്ടികളിൽ കോൺഫിഡൻസ് വളർത്തും. 5. പ്രൊഫഷണൽ ഹെൽപ്പ്. കുട്ടിക്ക് സോഷ്യൽ ഇൻറ്ററാക്ഷൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ
ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റിനെ സമീപിക്കുന്നത് സഹായകരമാകും. ഏർലി ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ കുട്ടിയുടെ വളർച്ച മുന്നോട്ടു പോകും. അവസാനമായി മാതാപിതാക്കൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അവരുടെ വളർച്ചയുടെ വേഗതയും വ്യത്യസ്തമായിരിക്കും. കുറച്ച് സമയം, ശ്രദ്ധ, സഹനം, ശരിയായ മാർഗനിർദ്ദേശം ഇവ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അവരുടെ സോഷ്യൽ സ്കിൽസ് നല്ല രീതിയിൽ വികസിപ്പിക്കാൻ കഴിയും. കുട്ടികളെ താരതമ്യം ചെയ്യാതെ അവരുടെ ചെറിയ മുന്നേറ്റങ്ങൾ പോലും ആഘോഷിക്കാം. കാരണം ഒരു കുഞ്ഞിൻ്റെ ആത്മവിശ്വാസം വളരുമ്പോൾ അവരുടെ ലോകം തന്നെ കൂടുതൽ തുറന്നു കാണും. നമ്മുടെ കുട്ടികളിൽ ആത്മവിശ്വാസമുള്ളതും സന്തോഷകരമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നവരും ആയി വളരട്ടെ. നന്ദി.